Hello guys, let's make chicken noodles. എക്സാക്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെയാണ് ചിക്കൻ ന്യൂഡിൽ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ന്യൂഡിൽ കുക്ക് ചെയ്യാനുള്ള വാട്ടർ ആഡ് ചെയ്യാം. ഓരോ ബ്രാൻഡിനും ഡിഫറെന്റ് ആയിരിക്കും, അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഇട്ടിട്ട് ഇത് ബോയിൽ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ന്യൂഡിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ന്യൂഡിൽ എപ്പോഴും ഓവർ കുക്കായിട്ട് പോകരുത്. ജസ്റ്റ് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി വരുമ്പോൾ തന്നെ നമുക്കത് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഞാനിവിടെ 2 സ്ലാബാണ് ഇട്ടേക്കുന്നത് ന്യൂഡലിന്റെ. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ബോൺലെസ് ചിക്കൻ, ആവശ്യത്തിനുള്ള ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് കുറച്ച് സോയ സോസ് ഇട്ടിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. സോയ സോസ് ഇടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇനി വേറെ എക്സ്ട്രാ സോൾട്ട് ഒന്നും അതിൽ ആഡ് ചെയ്യേണ്ട. ജസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഓഫ് സോയ സോസ് ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പൊ ന്യൂഡിലൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. അതിന് 3 to 4 ടേബിൾ സ്പൂൺ ഓഫ് ഒലിവ് ഓയിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, സോയ സോസ് ഇട്ടുകൊണ്ട് ചിലപ്പോൾ അതൊന്ന് ബേൺ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും സിമ്മിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. പിന്നെ ബോൺലെസ് പീസ് ആണ് കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ ചിക്കൻ എല്ലാം നന്നായി കുക്കായിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ സെയിം ഓയിലിൽ തന്നെയാണ് നമ്മൾ ഇനി കണ്ടിന്യൂസ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഫൈനലി ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക്, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ ക്യാരറ്റ് ആൻഡ് ക്യാപ്സിക്കം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. 2 വലിയ ക്യാരറ്റ് പിന്നെ 1 ക്യാപ്സിക്കം, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ടൊമാറ്റോ സോസ്, സോയ സോസ്, ചില്ലി സോസ്, പിന്നെ ഒരു മാഗി ക്യൂബ്. ഇത്രയാണ് നമ്മൾക്ക് ഇതിന് ആവശ്യമായിട്ട് വേണ്ടത്. ആദ്യം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക് ആഡ് ചെയ്യാം. ഗാർലിക് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് കുക്കായി വരുമ്പോഴേക്കും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് ആൻഡ് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് മാഗി ക്യൂബ്, 1 ക്യൂബാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. 1 ക്യൂബ് മാഗി ക്യൂബ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, അതൊന്ന് ഡിസോൾവ് ആയി വരുന്നത് വരെ. ഇനി നമുക്ക് സോസസ് ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ക്രഷ് ചെയ്ത പെപ്പറും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിനി ഇതൊന്ന് മിക്സായി വരുമ്പോൾ ന്യൂഡൽ ആഡ് ചെയ്ത് കൊടുക്കാം. ന്യൂഡൽ ആഡ് ചെയ്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് 2 ഫോർക്ക് വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ന്യൂഡിൽ ജസ്റ്റ് ഒന്ന് ഹീറ്റായി വരണം. ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.